ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ 9th ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഏതാണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ 9th ചാപ്റ്റർ, അതായത് റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്റർ നമ്മുടെ +2ലേക്കും ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് അല്ലേ. ഒരുപാട് ഡെറിവേഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുണ്ട്. ആ ഒരുപാട് ഡെറിവേഷൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല ഡിറൈവ് ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ബാച്ചുകളിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നോക്കിക്കേ, എന്താ നമുക്ക് പഠിക്കാൻ പോകുന്നത്? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്പെറിക്കൽ സർഫസിലുള്ള റിഫ്രാക്ഷന്റെ ഫോർമുല നമ്മൾ അറിയണം. റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസിന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ യുവും വിയും ആറും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല നമുക്കുണ്ട്. ആ ഫോർമുല എന്താണ്? n2/v - n1/u = n2 - n1/r എന്നാണ്. ഓക്കെ, എന്താണ് ഇവിടെ v എന്ന് പറയുന്നത്? എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ് വരെയുള്ള ദൂരമാണ് v എന്ന് പറയുന്നത്. എന്താണ് u? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് എന്ത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇനി എന്താണ് r എന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ആ സ്പെറിക്കൽ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് r എന്ന് പറയുന്നത്. ഇനി എന്താണ് n1ഉം n2ഉം? n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രണ്ടാമത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ്, രണ്ടാമത്തെ സർഫസിലെ രണ്ടാമത്തെ മെറ്റീരിയലിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. അതേപോലെ n1 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മുടെ n1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും v, അതായത് ഇമേജ് ഡിസ്റ്റൻസ് എഴുതുന്നത് രണ്ടാമത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ താഴെ, n2ന്റെ രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ താഴെ വേണം ഇമേജ് ഡിസ്റ്റൻസ് എഴുതാൻ. ആദ്യത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ താഴെ വേണം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈക്വൽ ഇട്ടിട്ട് രണ്ടാമത്തത് മൈനസ് ഒന്നാമത്തത് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റേ ഡയഗ്രം നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ എന്താണ് നമുക്കിവിടെ വേണ്ടത്? നമുക്കിവിടെ ഒരു തിൻ കോൺവെക്സ് ലെൻസ് ഉണ്ട് കേട്ടോ. ഒരു തിൻ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഇതിനെ നമുക്ക് രണ്ട് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന, രണ്ട് സ്പെറിക്കൽ സർഫസ് ആയിട്ട്. ദാ ABC എന്ന ഇങ്ങനെ ഒരു സ്പെറിക്കൽ സർഫസ്, അതേപോലെ ADC എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്പെറിക്കൽ സർഫസ്, ഇങ്ങനെ ഒരു സ്പെറിക്കൽ സർഫസ് ആൻഡ് ഇങ്ങനെ ഒരു സ്പെറിക്കൽ സർഫസ്. അപ്പോൾ ABC എന്നൊരു സ്പെറിക്കൽ സർഫസ് ഉണ്ട് ആൻഡ് ADC എന്നൊരു സ്പെറിക്കൽ സർഫസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ABC എന്ന് പറയുന്ന ഈ ഒരു സ്പെറിക്കൽ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R1 എന്ന് പറയുന്നത് കേട്ടോ. ഏതിൻ്റെയാണ്? ABCയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R1. ADCയുടെ രണ്ടാമത്തെ സർഫസ് ആയ ADCയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതാം. അതായത് ഇതാ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്. ഇനി നമ്മുടെ ലെൻസിന്റെ അകത്തുള്ള ഈ ലെൻസിന്റെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. ഇനി ഇവിടെ ഉള്ളത് n1 തന്നെയാണ്. കാരണം എന്താ? വെളിയിൽ എയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയും എയർ ആണ്, ഈ ലെൻസിന്റെ അപ്പുറത്തും എയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ n1, ലെൻസിന്റെ അകത്ത് n2 ആൻഡ് ദെൻ വെളിയിൽ n1. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റേ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഇമേജ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് O എന്ന പോയിന്റിലാണ്. എന്താണ്? നമ്മളിതാ ഇവിടെ O എന്ന പോയിന്റിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒബ്ജക്റ്റിൽ നിന്ന് റേസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ദാ ഈ ഒരു ABC എന്ന സർഫസിൽ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് സർഫസുകളായിട്ടാണ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ റേ വന്നിട്ട് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു, എന്നിട്ട് ABC എന്ന സർഫസിലൂടെ കടന്നു പോകുന്നതായിട്ട് ആദ്യത്തെ ഒരു കേസ് നമ്മൾ എടുക്കും. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താണ്? ADC എന്ന സർഫസിലൂടെ കടന്നു പോകുന്നതായിട്ട് എടുക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് റേ വന്നിട്ട് ABC എന്ന സർഫസിൽ വന്ന് ഇൻസിഡന്റ് ആവുന്നു. അവിടുന്ന് അത് റിഫ്രാക്റ്റഡ് ആയിട്ട് ദാ ഇങ്ങനെ പോകുന്നു. ഇവിടെ നമുക്കൊരു എന്ത് കിട്ടും? ഒരു ഇമേജ് കിട്ടും. ആ ഇമേജ് ആണ് ഏത്?
I1 എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. ആ ഇമേജിനെ ഞാൻ വിളിക്കുന്ന പേരെന്താണ്? I1 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതണമല്ലോ. നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം എന്താണ്? U ആണ് അല്ലേ? അപ്പൊ എന്താണ്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം U ആണ്. ഇനി നോക്കിക്കേ, നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈ ഇമേജ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് V ആണ്. ഇവിടെ I1 എന്നാണ് ഞാൻ ഇമേജിന് പേരെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരത്തിനെ ഞാൻ V1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ABC എന്ന സർഫസിലൂടെ മാത്രമേ ഇപ്പൊ റിഫ്രാക്ഷൻ നടന്നിട്ടുള്ളൂ. നമുക്ക് ADC എന്നൊരു സർഫസ് ഉണ്ട് കേട്ടോ. അപ്പൊ ABC എന്ന സർഫസിലൂടെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് I1 എന്ന് പറയുന്ന ഒരു ഇമേജ് അവിടെ ഫോം ചെയ്തു. ഇനിയും ഈ I1 എന്ന് പറയുന്ന ഈ ഒരു ഇമേജ് നമ്മുടെ ഈ രണ്ടാമത്തെ സർഫസ് കണ്ടോ, ADC, ഈ ADCയുടെ ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഏതാണ്? ഈ I1 എന്ന് പറയുന്ന ഇമേജ് നമ്മുടെ ADC എന്ന ഈ രണ്ടാമത്തെ സർഫസിന്റെ ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണോ? ഈ അടുത്തത് നമ്മളിപ്പം പറഞ്ഞു, നമ്മുടെ റേ ഇങ്ങനെ വന്നു, ഇവിടുന്ന് റിഫ്രാക്റ്റഡ് ആയി ഇവിടെ വന്നു. ഇനി നമുക്ക് ഒരു സർഫസും കൂടെ ഉണ്ട്. അപ്പൊ ഈ റേ ആക്ച്വലി ഇങ്ങനെ വന്നിട്ട് ഈ സർഫസിൽ, അതായത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആക്ച്വൽ ഇമേജ് അവിടെ ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്ത ഇമേജിനെ ഞാൻ I എന്ന് വിളിക്കുന്നു. ഇവിടെ ഫോം ചെയ്ത ഈ ഇമേജ് ADC എന്ന സർഫസിൽ വന്നിട്ട് റിഫ്രാക്റ്റഡ് ആയിട്ട് ഫോം ചെയ്ത ഇമേജിനെ ഞാൻ I എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈ I വരെയുള്ള ദൂരത്തിനെ ഞാൻ V എന്ന് എഴുതുന്നു. ഓക്കെ, നോക്കിക്കേ, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം U, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് I1 എന്ന് പറയുന്ന ഇമേജ് വരെയുള്ള ദൂരം V1, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് I എന്ന ഇമേജ് വരെയുള്ള ദൂരം V. ഇത്രയും വരെ ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ABC എന്ന സർഫസിൽ നമ്മുടെ ഈ സ്പെറിക്കൽ സർഫസിലുള്ള റിഫ്രാക്ഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. ആൻഡ് ഓൾസോ ADC എന്ന സർഫസിലും ഈ റിഫ്രാക്ഷൻ്റെ ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് ദ സർഫസ് ABC എന്ന സർഫസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കുറച്ചും കൂടി എളുപ്പത്തിന് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് പോലെ അതേപോലെ എഴുതി വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നോക്കിക്കേ, എന്താണ് ABCയിൽ ജനറൽ ഫോർമുല? എന്താണ്? N2/V മൈനസ് N1/U ഈക്വൽ N2 മൈനസ് N1/R. ഇതാണല്ലോ ജനറൽ ഫോർമുല. ഇനിയും ഇവിടെ നോക്കിക്കേ, ABC എന്ന സർഫസിലാണ് റിഫ്രാക്ഷൻ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ N2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഒന്നാമത്തെ മെറ്റീരിയൽ ഇതാ ഇവിടെ N1, ഈ എയർ ആണ്. രണ്ടാമത്തെ മെറ്റീരിയൽ നമ്മുടെ ലെൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് രണ്ടാമത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എന്താ? N2 ആണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ N2 നമ്മൾ മാറ്റണ്ട. ഇനി നോക്കിക്കേ, N2വിന്റെ താഴെ എന്താണ് വരേണ്ടത്? രണ്ടാമത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ താഴെ എന്ത് വരണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു? നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് ആണ് വരേണ്ടത് അല്ലേ? അപ്പൊ നോക്കിക്കേ, രണ്ടാമത്തത് N2 ആണ് എങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ ABC എന്ന സർഫസ് കാരണം ഉണ്ടായ ഇമേജ് എന്ന് പറയുന്നത് ഏതാ? I ആണോ I1 ആണോ? I1 അല്ലേ? അപ്പോ നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് I1 വരെയുള്ള ദൂരത്തിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? V1 എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ N2 എന്താക്കുന്നു? അതിനെ V1 എന്നാക്കുന്നു. വിക്ക് പകരം വെറും വിക്ക് പകരം V1 നമ്മൾ ആക്കുന്നു. അടുത്ത് നോക്കിക്കേ, മൈനസ് N1/U. നോക്കിക്കേ, N1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? ആദ്യത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഇവിടെ ആദ്യത്തെ മെറ്റീരിയൽ ഏതാ? നമ്മുടെ ഈ എയർ അല്ലേ? അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? N1 ആണ്. ഓക്കെ, അതേപോലെ അതിന്റെ താഴെ എന്ത് എഴുതണമെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. എവിടെ നിന്ന്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള. അതെന്താണ്? U ആണ്. അപ്പൊ U തന്നെയാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതായിട്ട് ഇല്ല. ഇനി ഈക്വലിന്റെ ഇപ്പുറത്ത് നോക്കിക്കേ, N2 മൈനസ് N1. രണ്ടാമത്തതിൻ്റെത് മൈനസ് ആദ്യത്തതിൻ്റെത്. രണ്ടാമത്തത് N2, ആദ്യത്തതിൻ്റെയാണ് N1 ഡിവൈഡഡ് ബൈ നമ്മുടെ R. എന്ന് പറയുമ്പം ആരുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്? നമ്മുടെ ABCയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അതെന്താണ്? R1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി നോക്കിക്കേ, നമ്മൾ രണ്ടാമത്തെ സർഫസ് എടുക്കുകയാണ്. ADC എന്ന സർഫസ് എടുക്കുന്നു. എന്താണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്?
ഡി സി എന്ന സർഫസ് ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ നേരത്തെ പോലെ തന്നെ ആ ജനറൽ ഇക്വേഷൻ ആദ്യം നമുക്ക് കൊടുക്കാം. N2 by V മൈനസ് N1 by U ഈക്വൽ N2 മൈനസ് N1 by R. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. ആദ്യം നോക്കിക്കേ, N2 രണ്ടാമത്തെ സർഫസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. രണ്ടാമത്തെ മെറ്റീരിയൽ നോക്കിക്കേ, ഇവിടുന്ന് റേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു റേ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തത് എന്ന് പറയുമ്പോൾ N2ഉം രണ്ടാമത്തത് N1ഉം ആണ്. ഓക്കെ ആണോ? ഇവിടെ ആദ്യത്തത് എന്താണ്? N2ഉം രണ്ടാമത്തത് N1ഉമാണ്. അപ്പൊ ഇവിടെ N2ന് പകരം നമ്മൾ രണ്ടാമത്തത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തതാണ് നമ്മുടെ N1. N2 അല്ല N1 ആണ്. അപ്പൊ നമ്മളിവിടെ N2ന് പകരം എന്ത് കൊടുക്കണം? N1 എന്ന് കൊടുക്കണം. അപ്പൊ N2ന് പകരം ഞാനിവിടെ N1 എന്ന് കൊടുത്തു. അപ്പൊ രണ്ടാമത്തതിന്റെ താഴെ എന്ത് എഴുതണം? ഇമേജ് ഡിസ്റ്റൻസ് എഴുതണം. നോക്കിക്കേ, ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് എന്താണ്? നമ്മുടെ ഈ രണ്ടാമത്തെ സർഫസ് കാരണം ഇമേജ് ഫോംഡ് ആയിട്ടുള്ള എവിടെയാണ്? ഐയിലാണ്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഐ വരെയുള്ള ദൂരം എന്താണ്? V ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ V എന്നിവിടെ കൊടുത്തിരിക്കുന്നു. അടുത്തത് നോക്കിക്കേ, N1 by U എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ N1 എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇവിടുത്തെ ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതാ എടുക്കുന്നത്? N2 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ N1ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? N2 എന്ന് കൊടുക്കണം. N1ന് പകരം നമ്മൾ N2 കൊടുക്കുന്നു. എന്നിട്ട് അതിന് താഴെ എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ABC എന്ന സർഫസ് കാരണം ഉണ്ടാവുന്ന I1 എന്ന ഇമേജ് ADC എന്ന സർഫസിന്റെ ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ADC എന്ന സർഫസിന്റെ വിർച്വൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? I1 ആണ്. എങ്കിൽ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് I1 വരെയുള്ള ദൂരം എന്താണ്? V1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് യുവിന് പകരം എന്ത് എഴുതാം? V1 എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, രണ്ടാമത്തത് മൈനസ് ഒന്നാമത്തത് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ രണ്ടാമത്തത് ആരാ? N1 ആണ്. ഒന്നാമത്തതാണ് N2 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതും? തിരിച്ചെഴുതണം. N1 മൈനസ് N2 ബൈ എന്താണ്? നമ്മുടെ ഈ ADCയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ വിച്ച് ഈസ് R2. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. N2 by V1 മൈനസ് N1 by U ഈക്വൽ N2 മൈനസ് N1 by R1. ഇനി ADC എന്ന സർഫസിൽ ഇട്ട് കൊടുത്തപ്പോൾ N1 by V മൈനസ് N2 by V1 ഈക്വൽ N1 മൈനസ് N2 by R1 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്യാം. നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? ആഡിങ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് N2 by V1 മൈനസ് N1 by U പ്ലസ് N1 by V മൈനസ് N2 by V1 ഈക്വൽ N2 മൈനസ് N1 by R1 പ്ലസ് N1 മൈനസ് N2 by R2. ഇങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനിയും ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ടേമുകളുണ്ട്. ഏതൊക്കെയാണ്? ഇത് നോക്കിക്കേ, N2 by V1 പ്ലസ് ഉണ്ട്, ഇവിടെ എന്താണ്? മൈനസ് N2 by V1 ഉണ്ട്. അപ്പോൾ ഒരു പ്ലസ് N2 by V1 ഉണ്ട്, ഒരു മൈനസ് N2 by V1 ഉണ്ട്. അപ്പോൾ ആ രണ്ട് ടേം എന്താകും? ക്യാൻസൽ ആയിട്ട് പോകും. ഈ രണ്ട് ടേമുകളും ക്യാൻസൽ ആകും. ബാക്കി നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണ്? മൈനസ് N1 by U പ്ലസ് N1 by V ഈക്വൽ N2 മൈനസ് N1 by R1 പ്ലസ് N1 മൈനസ് N2 by R2 എന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? മൈനസ് N1 by U പ്ലസ് നമുക്കൊന്നും കൂടെ എടുത്ത് എഴുതാം, മൈനസ് N1 by U പ്ലസ് N1 by V ഈക്വൽ N2 മൈനസ് N1 by R പ്ലസ് N1 മൈനസ് N2 by R2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എടുത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് വരുന്നത്? മൈനസ് N1 by U പ്ലസ്
n1 by v equal n2 minus n1 by r1 plus n1 minus n2 by r2. എന്താണ് മൈനസ് n1 by u plus n1 by v ഈക്വൽ n2 minus n1 by r1 plus n1 minus n2 by r2. ഇതാണ് നമ്മൾ മുമ്പിലത്തെ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ LHSൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? n1നെ കോമൺ എടുക്കാം. അപ്പോൾ n1 കോമൺ എടുക്കുമ്പോൾ n1 ഇൻറ്റു മൈനസ് 1 by u പ്ലസ് 1 by v ഈക്വൽ, ഇവിടെ നോക്കിക്കേ, ഈ ടേമിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ? ആദ്യത്തെ ടേം അതേപോലെ തന്നെ n2 മൈനസ് n1 ബൈ r1 എന്ന് എഴുതാം. ഈ ഒരു n1 മൈനസ് n2ന് പകരം നമുക്ക് തല തിരിച്ച് n2 മൈനസ് n1 എന്നാക്കാം. അപ്പോൾ n2 മൈനസ് n1 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈനസ് ആദ്യം ഇടണം, എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ n2 മൈനസ് n1 എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n1 മൈനസ് n2ന് ഈക്വൽ ആയിട്ടുള്ള ഒരു ടേം കിട്ടും. അതായത് ഇവിടെ നോക്കിക്കേ, മൈനസ് ഓഫ് n2 മൈനസ് n1 എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് n2 പ്ലസ് n1, അതായത് n1 മൈനസ് n2. അത് തന്നെയല്ലേ പ്ലസ് n1 മൈനസ് n2ന് പകരം നമ്മൾ മൈനസ് ഓഫ് n2 മൈനസ് n1 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മളിവിടെ ചെയ്യേണ്ടത് നോക്കിക്കേ, ഇത്രയും ടേം കിട്ടി. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? n2 മൈനസ് n1നെ കോമൺ എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? n1 ഇവിടെ കോമൺ ആണ്. മൈനസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി ഈക്വൽ, ഇവിടുന്ന് നമ്മൾ n2 മൈനസ് n1 കോമൺ എടുക്കുകയാണേ. അപ്പോൾ എന്ത് കിട്ടുന്നു? n2 മൈനസ് n1 ഇൻറ്റു 1 ബൈ r1 മൈനസ് 1 ബൈ r2. ഇങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ത്രൂ ഔട്ട് നമ്മൾ n1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു? n1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡിങ് ബൈ n1 വെച്ചിട്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നോക്കിക്കേ, n1 ബൈ n1 ഇൻറ്റു മൈനസ് 1 ബൈ minus 1 by u plus 1 by v equal n2 by n1 minus n1 by n1 into 1 by r1 minus 1 by r2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ n1ഉം n1ഉം കൂടെ പോയി 1 ആകും. ഇവിടെ n1ഉം n1ഉം കൂടെ പോയി 1 ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എഴുതാം. മൈനസ് ഓഫ് 1 ബൈ യു പ്ലസ് 1 ബൈ വി ഈക്വൽ n2 by n1 minus 1 into 1 by r1 minus 1 by r2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. എന്താണ്? മൈനസ് 1 by u പ്ലസ് 1 by v ഈക്വൽ n2 by n1 മൈനസ് 1 into 1 by r1 മൈനസ് 1 by r2. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചാലോ? ഇതെന്താണ്? നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇനിയും നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ പറയാണ്, നമ്മൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് വെച്ചിരിക്കുന്നത്. എവിടെയാണ് ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്? ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? നമുക്കറിയാം, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇമേജ് ഫോക്കസിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 1 ബൈ ഇൻഫിനിറ്റി ഈക്വൽ, മൈനസ് 1 ബൈ ഇൻഫിനിറ്റി ഈക്വൽ അല്ല, പ്ലസ് ആണ്. മൈനസ് 1 ബൈ ഇൻഫിനിറ്റി പ്ലസ് 1 ബൈ എഫ് ഈക്വൽ n2 ബൈ n1 മൈനസ് 1 ഇൻറ്റു 1 ബൈ r1 മൈനസ് 1 ബൈ r2 എന്ന് നമുക്ക് വരും. നോക്കിക്കേ, സംതിങ് ബൈ ഇൻഫിനിറ്റി, എന്ത് എനിത്തിങ് ബൈ ഇൻഫിനിറ്റി ആണെങ്കിലും അതെന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എന്ത് ബൈ ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും അതെന്താണ്? 0 ആണ്. അപ്പോൾ എന്ത് ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം മൊത്തത്തിൽ എന്ത് ചെയ്യും? 0 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി നമുക്കുള്ളത് എന്താണ്? 1 ബൈ എഫ് ഈക്വൽ n2 ബൈ n1. നമ്മൾ ഈ n2 ബൈ n1നെ n2 ബൈ n1നെ നമ്മളിതാ ഇങ്ങനെ എഴുതാറുണ്ട്.
n2/n1നെ n21 എന്ന് നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ n2/n1ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? n21 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന് നമുക്ക് കിട്ടുന്നു. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ എന്തെന്ന് വിളിക്കാം? 4 എന്ന് വിളിക്കാം. നോക്കിക്കേ, 1/f ഈക്വൽ n21 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഓക്കെ, ഈ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷൻ ആണ് നമ്മുടെ എന്ത്? നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതാണ് എന്ത്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല? 1/f ഈക്വൽ n21 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇനി നമ്മൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം ഒന്ന് കമ്പയർ ചെയ്തേ. കമ്പയറിംഗ് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4. നോക്കിക്കേ, രണ്ടിൻ്റെയും എന്ത് സെയിം ആണ്? RHS സെയിം ആണ്. ഇവിടെ n2/n1 എന്ന് പറഞ്ഞാൽ n21 തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും RHS എന്താണ്? സെയിം ആണ്. എങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും LHS സെയിം ആയിരിക്കത്തില്ലേ? അതായത് LHS സെയിം ആകുമ്പോൾ എങ്ങനെ വരും? രണ്ടിൻ്റെയും LHS സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 1/f ഈക്വൽ 1/v മൈനസ് 1/u. ഇതാണ് എന്ത്? നമ്മുടെ തിൻ ലെൻസ് ഫോർമുല. ഈ ഫോർമുലയുടെ പേരാണ് എന്ത്? തിൻ ലെൻസ് ഫോർമുല. എന്താണ് തിൻ ലെൻസ് ഫോർമുല? 1/f is equal to 1/v minus 1/u. ഇതേപോലെ തന്നെ നമുക്കൊരു മിറർ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? 1/f is equal to 1/v plus 1/u. ഇത് മിററിലെ ആണ്. അപ്പോൾ നമ്മുടെ തിൻ ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? 1/f equal 1/v minus 1/u ആണ്. നമ്മൾ ഇവിടെ എന്താ ഡിറൈവ് ചെയ്ത് എടുത്തത്? എന്തായിരുന്നു? ലെൻസ് മേക്കേഴ്സ് ഫോർമുല ആയിരുന്നു. അതെന്തായിരുന്നു ലെൻസ് മേക്കേഴ്സ് ഫോർമുല? 1/f is equal to n21 minus 1 into 1/r1 മൈനസ് 1/r2. ഇതായിരുന്നു നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇവിടെ നിന്നാണ് നമ്മളിത് കമ്പയർ ചെയ്തിട്ട് തിൻ ലെൻസ് ഫോർമുലയും കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു റേ എടുക്കുന്നു, ഒരു തിൻ ആയിട്ടുള്ള ഒരു കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യുന്നു. അവിടെ നമ്മൾ ആ കോൺവെക്സ് ലെൻസിനെ 2 സെപ്പറേറ്റ് സർഫസുകളായിട്ട് എടുക്കുന്നു. എന്നിട്ട് ആദ്യം റേ ഒന്നാമത്തെ സർഫസിലൂടെ റിഫ്രാക്റ്റഡ് ആയിട്ട് പോകുന്നു. അതുവഴി നമുക്കൊരു ഇമേജ് കിട്ടുന്നു. ആ ഇമേജിനെ നമ്മുടെ സെക്കൻഡ് സർഫസിൻ്റെ ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത് ഈ റേ നമ്മുടെ രണ്ടാമത്തെ സർഫസിലൂടെ പാസ് ചെയ്യുന്നു. അത് കാരണം നമുക്ക് റിഫ്രാക്റ്റഡ് ആയിട്ട് ഒരു ഒറിജിനൽ ഇമേജ് കിട്ടുന്നു. ആ ഇമേജിനെ നമ്മൾ ഐ എന്ന് വിളിക്കുന്നു. അവിടെ നിന്ന് നമ്മൾക്ക് സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷൻ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ നിന്ന് നമുക്ക് തിൻ ലെൻസ് ഫോർമുലയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എടുത്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.